പ്രിയമുള്ളവരെ, നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾക്ക് നമ്മൾ ഒരു സ്നേഹ സമ്മാനങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് സമ്മാനങ്ങളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾക്ക് അല്ലേ, ഒരുപാട് സമ്മാനങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഗിഫ്റ്റുകളൊക്കെ കൊടുക്കും. നല്ല വില കൂടിയ ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുന്ന ആളുകളുണ്ട്, വില കുറഞ്ഞ ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുന്ന ആളുകളുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നല്ല വില കൂടിയ ഗിഫ്റ്റുകളൊക്കെ കൊടുക്കാറുണ്ട്. ഇപ്പം ഞാൻ ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു പവൻ സ്വർണം, അതല്ലെങ്കിൽ അത്യാവശ്യം ഒരു പവൻ എന്നല്ല, അത്യാവശ്യം വിലയുള്ള സ്വർണം സമ്മാനമായിട്ട് കൊടുക്കുകയാണ്, ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണ്. അത് നമ്മുടെ എന്ന് മാത്രം ചിന്തിക്കുന്ന, അതായത് നമ്മുടെ മാത്രമാണ് അവൾ എന്ന് ചിന്തിക്കുന്ന ആളുകൾക്കാണ്, നമ്മൾ അത്രയും ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആളുകൾക്കാണ് നമ്മൾ ഇതുപോലെ നമ്മുടെ സ്നേഹം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അവൾ നമ്മളെ മാത്രമല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറേ കാലം അപ്പോൾ അവളും ഭയങ്കര സ്നേഹമാവും നമ്മളോട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയാൻ പറ്റാത്ത സ്നേഹങ്ങളൊക്കെ ആവും. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം, സ്നേഹിക്കുമ്പോൾ ഒരിക്കലും ഇതുപോലെ പാരിതോഷികങ്ങളോ അതല്ലെങ്കിൽ ഗിഫ്റ്റുകളോ, വല്ല പാർലറിലൊക്കെ പോയിട്ട് ഐസ്ക്രീം, അതുപോലെ ബേക്കറിയിലൊക്കെ പോയി വെള്ളമൊക്കെ കുടിക്കുക, അതൊക്കെ ഈ സ്നേഹത്തിൻ്റെ പ്രേമത്തിൻ്റെയൊക്കെ ഒരു ഇതാണ്. പക്ഷേ ഒരിക്കലും സ്നേഹിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം, വില പിടിപ്പുള്ള ഗിഫ്റ്റുകളൊന്നും കൊടുക്കരുത്. കാരണം ഇപ്പം നമ്മളത്രയും അധ്വാനിച്ചിട്ടാവും നമ്മളൊരു സ്വർണ്ണമൊക്കെ ഇവർക്ക് വാങ്ങിക്കൊടുക്കുക. കാരണം സ്വർണ്ണത്തിനൊക്കെ ഇപ്പോൾ ഭയങ്കര വിലയല്ലേ. അപ്പോൾ ഒരു 50,000 60,000 രൂപക്കൊക്കെ നമ്മൾ സ്വർണം വാങ്ങിയിട്ട് ഇവൾക്ക് ഗിഫ്റ്റ് കൊടുക്കും, നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾക്ക്. പക്ഷെ ആ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഈ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കുക, എന്ത് കാരണം കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുത്ത് നല്ലോണം നന്നായിട്ട് നമ്മൾ സ്നേഹിക്കുന്നുണ്ടായിരിക്കുക. പക്ഷേ കുറച്ച് കാലം കഴിയുമ്പോൾ ചിലപ്പോൾ ഈ സ്നേഹത്തിനിടയിൽ മറ്റാളുകളൊക്കെ കയറി വരും, പല ആളുകളും അതിൻ്റെ ഇടയിലൊക്കെ. അപ്പോൾ നമ്മളോടുള്ള സ്നേഹങ്ങളൊക്കെ കുറഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കേസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് മാത്രമേ ആ ഗിഫ്റ്റിൻ്റെ വില അറിയുള്ളൂ. ഇപ്പോൾ ഒരു 60,000 70,000 രൂപയ്ക്ക് കൊടുത്തിട്ട് നമ്മളൊരു ഗിഫ്റ്റ് വാങ്ങുമ്പോൾ അതിൻ്റെ വിലയും, നമ്മൾ സ്നേഹിക്കുന്ന ആ സ്നേഹത്തിൻ്റെ വിലയും അത് നമുക്ക് മാത്രമേ അറിയുള്ളൂ. ഈ വാങ്ങുന്ന ആൾക്ക് അതിൻ്റെ വില എന്താണെന്ന് അറിയില്ല. മനസ്സിലാവുന്നുണ്ടോ? വാങ്ങുന്ന ആൾക്ക് അതിൻ്റെ വില എന്താണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, ഒരിക്കലും ചിലപ്പോൾ ഈ വാങ്ങിയ ആൾ ചിലപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ ഈ ഗിഫ്റ്റിൻ്റെയൊക്കെ വില മറന്നിട്ടുണ്ടാവും. കാരണം അതിൻ്റെ വില അറിയാവുന്നത് നമ്മൾ മാത്രമാണ്. നമ്മളൊരു ഗിഫ്റ്റായിട്ട് അവൾക്ക് കൊടുക്കുന്നത്, അതിൻ്റെ വില എന്താണെന്ന് നമുക്ക് മാത്രമേ അവൾക്ക് അറിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനത്തെ ഗിഫ്റ്റ് ഒരിക്കലും കൊടുക്കരുത്. കാരണം ഗിഫ്റ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ ആ വ്യക്തിയെ ചിലപ്പോൾ നമുക്ക് കിട്ടി എന്ന് വരില്ല. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ആ ഗിഫ്റ്റും എല്ലാം പോകും. അപ്പോൾ ഒരിക്കലും സ്നേഹിക്കുമ്പോൾ ഇതുപോലുള്ള ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാതിരിക്കുക. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ഗിഫ്റ്റുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമുക്ക് എന്നേക്കും ഒരു തീരെ